മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി കെ.എം. എബ്രഹാമിനെതിരായ നിയമ പോരാട്ടം തുടരുമെന്ന് പരാതിക്കാരനായ ജോമോൻ പുത്തൻപുരയ്ക്കൽ. CBI അന്വേഷണത്തിന് പ്രോസിക്യൂഷൻ അനുമതി വേണമെന്ന സുപ്രീംകോടതി ഉത്തരവ് അഴിമതിക്കാർക്ക് സഹായകരമാകുമെന്ന് ജോമോൻ പുത്തൻപുരയ്ക്കൽ പറഞ്ഞു. അഴിമതിക്കാരനാണെന്ന് കണ്ടെത്തി ഏതായാലും സാങ്ഷൻ വേണമെന്ന് പറഞ്ഞാൽ അതെന്തൊരു വിരോധാഭാസമാണ്. അവൻ ഗവൺമെൻറ് സാങ്ഷൻ കൊടുക്കുമോ? സാങ്ഷൻ ചീഫ് സെക്രട്ടറി ആയിരിക്കുന്ന അല്ലെങ്കിൽ മുഖ്യമന്ത്രി ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി എന്ന നിലയിലുള്ള അധികാരത്തിലിരിക്കുന്ന ഒരാൾക്കെതിരെ ആരെങ്കിലും സാങ്ഷൻ കൊടുക്കുമോ? അപ്പോൾ ഉന്നത വ്യക്തികളെ ഹൈ ലെവലുള്ള IAS IPS ഉന്നത വ്യക്തികളെയും മന്ത്രിമാരായിട്ടുള്ളവരെയൊക്കെ സ്വാധീനമുള്ളവരുടെ അന്വേഷണം സാങ്ഷൻ കിട്ടാതെ ഇരുന്നാൽ ഈ അഴിമതിക്കെതിരെ ശക്തമായ നിലപാടെടുക്കുക, അഴിമതിക്കാരെ ജയിലിലിടുമെന്ന് പറയുമ്പം ഇവരെയൊക്കെ സംരക്ഷിക്കില്ലേ? അപ്പം അഴിമതി കണ്ടെത്തിയാലും സാങ്ഷൻ വേണമെന്നുള്ള അത് ഇന്ത്യ രാജ്യത്തെ നിയമത്തിൻ്റെ ഒരു കുറവാണ്. ശ്രീനാഥ് ചന്ദ്രൻ വിശദാംശങ്ങളുമായി. ശ്രീനാഥ്, ഇന്നലെയാണ് സുപ്രീംകോടതി CBI അന്വേഷണം സ്റ്റേ ചെയ്തത്. അപ്പോൾ അതിൽ പറഞ്ഞ ഒരു കാര്യം അത് ചൂണ്ടിക്കാട്ടിയാണോ ഇപ്പോൾ ജോമോൻ പുത്തൻപുരയ്ക്കൽ സംസാരിച്ചത്? അനുജ, അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ KM എബ്രഹാമിനെതിരെ CBI അന്വേഷണം നടത്താമെന്ന ഉത്തരവ് കേരള ഹൈക്കോടതിയിൽ നിന്നുണ്ടായി. അതിനെതിരെ KM എബ്രഹാം സുപ്രീം കോടതിയെ സമീപിച്ചു. ഇന്നലെയാണ് ആ ഹർജിയിൽ സുപ്രീം കോടതി KM എബ്രഹാമിന് അനുകൂലമായ വിധി പ്രസ്താവിച്ചത്. മുൻകൂർ പ്രോസിക്യൂഷൻ അനുമതിയില്ലാതെ ഇങ്ങനെ ഒരു കേസ് CBIക്ക് കൈമാറാൻ കഴിയില്ല എന്നുള്ള KM എബ്രഹാമിന്റെ വാദം കോടതി അംഗീകരിച്ചു. മാത്രമല്ല, സംസ്ഥാന സർക്കാരും ഈ വിഷയത്തിൽ KM എബ്രഹാമിന് അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചത്. അതുകൊണ്ട് അദ്ദേഹത്തിന് തൽക്കാലം CBI അന്വേഷണത്തിൽ നിന്ന് ഒഴിയാൻ കഴിഞ്ഞു. അതേസമയം പ്രഥമ ദൃഷ്ട്യാ അദ്ദേഹം അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചു എന്ന ഹൈക്കോടതി നിരീക്ഷണം ഏതായാലും സുപ്രീം കോടതി ഈ ഘട്ടത്തിൽ തള്ളിയിട്ടില്ല എന്നതാണ് ജോമോൻ പുത്തൻപുരയ്ക്കൽ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഒപ്പം തന്നെ ഇങ്ങനെ പ്രോസിക്യൂഷൻ അനുമതി ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ അഴിമതി നടത്തി എന്ന് ഏതാണ്ട് പ്രാഥമികമായി ബോധ്യപ്പെട്ടാൽ പോലും കേസെടുക്കാൻ കഴിയൂ എന്ന് വന്നാൽ ഇത്തരത്തിൽ സർക്കാർ തലത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കെതിരെ അഴിമതി കേസുകൾ വന്നാൽ അതിനെ എങ്ങനെ നേരിടും എന്ന ചോദ്യമാണ് ജോമോൻ പുത്തൻപുരയ്ക്കൽ ചോദിക്കുന്നത്. അതേസമയം മുന്നോട്ടുള്ള കേസ് നടപടികളിൽ അദ്ദേഹത്തിന് സുപ്രീം കോടതി ഈ വിഷയങ്ങളൊക്കെ തന്നെ ബോധിപ്പിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസവും അദ്ദേഹം പ്രകടിപ്പിച്ചു. അനുജ, ശരി. KM എബ്രഹാമിനെതിരായ നിയമ പോരാട്ടം തുടരും എന്നതാണ് ജോമോൻ പുത്തൻപുരയ്ക്കലിന്റെ പ്രതികരണം.